നമ്മളൊരു കാട്ടിൻ്റെ നടുക്കാണ്. പാതിരാത്രി ഏകദേശം 12-12:30 സമയമാവും. ടെമ്പറേച്ചർ -15, -16 °C. കുറ്റാക്കുറ്റിരുട്ട്. മേളിലോട്ട് നോക്കിയപ്പോഴത്തേക്കും നക്ഷത്രം നിറഞ്ഞ ആകാശത്തിൽ ഒരു കർട്ടൻ ആടുന്നത് പോലെ ചുവപ്പും പച്ചയും നിറത്തിലുള്ള പ്രകാശം പടർന്നു തുടങ്ങി. ഒരിക്കലും വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതാണ് അറോറ ബോറിയാലിസ് അല്ലെങ്കിൽ നോർത്തേൺ ലൈറ്റ്സ് എന്ന് പറയുന്നത്. ഭൂമിയുടെ പോളാർ റീജിയൻസിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു മനോഹരമായ പ്രതിഭാസമാണിത്. ഇത് സാധാരണ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണെങ്കിലും ഇത് നമ്മുടെ കണ്ണുകൊണ്ട് കാണണമെങ്കിൽ അല്ലെങ്കിൽ ക്യാമറ കൊണ്ട് കാണണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ട് വരും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിത് കാണാൻ പോകുന്ന ആ ഒരു സ്ഥലത്ത് ലൈറ്റ് പൊല്യൂഷൻ അധികം ഉണ്ടാവാൻ പാടില്ല. നമ്മളിപ്പോൾ ഒരു സിറ്റി അല്ലെങ്കിൽ ടൗൺ ഏരിയയിലാണ് പോകുന്നതെങ്കിൽ അവിടെ അത്യാവശ്യം സ്ട്രീറ്റ് ലൈറ്റ്സും അതുപോലെ തന്നെ ബിൽഡിങ്ങിലുള്ള ലൈറ്റും വീടുകളിലുള്ള ലൈറ്റും കാരണം അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് ലൈറ്റ് പൊല്യൂഷൻ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു ലൈറ്റ് പൊല്യൂഷൻ വരികയാണെങ്കിൽ നമുക്ക് ഈ നോർത്തേൺ ലൈറ്റ്സ് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സോളാർ വിൻഡ് വരികയാണെങ്കിൽ, സോളാർ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ സോളാർ വിൻഡ്സ് അല്ലെങ്കിൽ സോളാർ ആക്ടിവിറ്റി, ഇത് സ്ട്രോങ്ങർ ആവും തോറും ഇത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ആ ഒരു റിയാക്ഷൻ നടന്ന് നമുക്ക് കാണാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഈ കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്താലും ഈ ഒരു ആക്ടിവിറ്റി നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുമെന്ന് 100% ഉറപ്പ് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ ലൈറ്റ് പൊല്യൂഷൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഈ നമ്മളുണ്ടാക്കുന്ന ലൈറ്റ് പൊല്യൂഷൻ അല്ലാതെ തന്നെ മൂണുള്ള സമയത്താണെങ്കിൽ, അതായത് മൂൺ ലൈറ്റ് നല്ലപോലെ ഉള്ള സമയത്താണെങ്കിൽ ഇത് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ മൂൺ ലൈറ്റ് ഉള്ള സമയത്ത് നമുക്കിത് കാണാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രെങ്ത്തിലുള്ള സോളാർ വിൻഡ് വരികയാണെങ്കിൽ, സോളാർ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അപ്പോൾ കാണുന്ന അറോറ ഭയങ്കര ഭംഗിയായിരിക്കും, നല്ല സ്ട്രോങ് ആയിരിക്കും. അറോറ കാണാനുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ശരിയായി വന്നാലും ഏറ്റവും വലിയ വെല്ലുവിളിയായി നമുക്ക് മുന്നിൽ നിൽക്കുന്നത് ആകാശത്ത് എത്രത്തോളം മേഘങ്ങളുണ്ട് എന്നുള്ളതാണ്. ക്ലൗഡ് കവറേജ് എപ്പോഴും ഈ അറോറ കാണുന്നതിൽ ഒരു വലിയ ഫാക്ടറാണ്. കാർമേഘം നിറഞ്ഞൊരാകാശമാണ് അല്ലെങ്കിൽ കട്ടി കൂടിയ മേഘങ്ങൾ നിറഞ്ഞൊരാകാശമാണെങ്കിൽ നമുക്ക് അറോറ കാണാൻ സാധിക്കില്ല. ഈ നമ്മളിപ്പോൾ പോയ സ്ഥലം ആർട്ടിക് സർക്കിളിലാണ്. അപ്പോൾ നമുക്ക് ചില കണ്ടീഷൻസ് നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ത്രോംസോ എന്ന് പറയുന്നത്. പക്ഷേ അവിടെ 2 ചാലഞ്ചസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ത്രോംസോ എന്ന് പറയുന്ന ഒരു സിറ്റിയാണ്, അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റ് പൊല്യൂഷൻ ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആ ഒരു സ്ഥലത്തിൻ്റെ ജിയോഗ്രഫി, അതൊരു കോസ്റ്റൽ സിറ്റിയാണ്. സോ ആ ഒരു സ്ഥലത്തിൻ്റെ ജിയോഗ്രഫി വെച്ചിട്ട് ആ ഒരു ഏരിയ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലൗഡ് കവറേജ് ഉള്ള സ്ഥലമാണ്. സോ അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് കാണണമെങ്കിൽ ഒന്നേ നല്ല ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏതെങ്കിലും സ്ഥലത്ത് പോകണം. ഇല്ല എങ്കിൽ നമ്മൾ അവിടെ നിന്ന് സിറ്റി സെൻറ്ററിൽ നിന്ന് മാറി കുറച്ച് ക്ലൗഡ് കവറേജ് കുറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. ത്രോംസോയ ഐലൻഡിൽ തന്നെ അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങൾ ഉണ്ട്. സോ നമ്മൾ ആർട്ടിക് സർക്കിളിലായിരുന്നിട്ടും നമുക്ക് അറോറ കാണാൻ ചാൻസ് കൂടാൻ വേണ്ടിയിട്ട് അവിടെയുള്ളൊരു ഗൈഡ് ടൂറിനെ കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു ടൂർ ഏജൻസിയുടെ പേര് ചേസിങ് ലൈറ്റ്സ് എന്നാണ്. സോ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവർക്കൊരു വലിയൊരു നെറ്റ്വർക്ക് ഉണ്ട്. ഇവരുടെ ആൾക്കാരും അതുപോലെ തന്നെ വേറെ ടൂർ കമ്പനിയുടെ ആൾക്കാരും തമ്മിൽ ഇവരെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ ഈ ആൾക്കാർ നോർവേ, സ്വീഡൻ, അതുപോലെ തന്നെ ഫിൻലാൻഡ്, ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. സോ ഇവർ റിയൽ ടൈം ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. എവിടെയൊക്കെ ക്ലൗഡ് ഉണ്ട്, എവിടെയൊക്കെ ക്ലൗഡ് ഇല്ല, എവിടെയൊക്കെ കാണാൻ ചാൻസ്, അറോറൽ ആക്ടിവിറ്റി വരാൻ ചാൻസ് കൂടുതലാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് അതിനനുസരിച്ച് ഒരു ബസ് അല്ലെങ്കിൽ വാനിൽ ആൾക്കാരെ കളക്ട് ചെയ്ത് ഇന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോകും. അത് ചിലപ്പോൾ മണിക്കൂറുകൾ എടുത്തായിരിക്കും പോകുന്നത്. നമ്മളിപ്പോൾ ത്രോംസോ സിറ്റിയിൽ നിന്നും ചിലപ്പോൾ ഫിൻലൻഡ് പോകാം, ചിലപ്പോൾ സ്വീഡനിൽ പോകാം. ഇങ്ങനെ എവിടെയാണോ കാണാൻ ചാൻസ് ഉള്ളത് ആ സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. സോ നമ്മുടെ ഈ ഒരു ടൂർ സ്റ്റാർട്ട് ചെയ്തത് നവംബർ 19 ഏകദേശം 5:40 സമയത്താണ്. ഞങ്ങൾ ഏകദേശം 5 കാലമായപ്പോഴത്തേക്കും കളക്ഷൻ പോയിന്റിൽ പോയി. അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നമ്മുടെ ബസ് വന്നു, നമ്മൾ ബസ്സിൽ കയറി. ബസ്സിൽ കയറിയപ്പോൾ തന്നെ നമ്മളെ കൊണ്ടുപോയത് ബെയ്ലി അതുപോലെ മാർക്ക് എന്ന് പറയുന്ന 2 പേരാണ്. അവരാണ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, വേറെ ടീമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കറക്റ്റ് സ്ഥലം സ്പോട്ട് ചെയ്തതും അതുപോലെ തന്നെ ഈ അറോറൽ ആക്ടിവിറ്റിയെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് അതുപോലെ രസകരമായ കഥകളെല്ലാം പറഞ്ഞ് നമ്മളെ നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്ത് കൊണ്ടുപോയത് മാർക്കും ബെയ്ലിയുമാണ്. അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ്. സോ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 1 മണിക്കൂർ ആയപ്പോഴത്തേക്കും സ്കിബോട്ടൻ എന്ന് പറയുന്ന ഒരു സ്ഥലം, ഏകദേശം ഫിൻലാൻഡിൻ്റെ ബോർഡറിനടുത്തായിട്ട് വരും, ആ ഒരു റീജിയനിൽ ക്ലൗഡ് കവറേജ് കുറവാണെന്നുള്ള ഇൻഫർമേഷൻ കിട്ടി. അങ്ങനെ ഞങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. അത് ഏകദേശം റോഡിൽ നിന്നും കുറച്ച് മാറിയിട്ടാണ് നമ്മൾ ബസ് നിർത്തിയത്. അതുപോലെ തന്നെ അവിടെ പുറത്തിറങ്ങി ചെറിയ രീതിയിലുള്ളൊരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തു. നമുക്ക് അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു. സോ അവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തു. അവരവിടെ അവർ തന്നെ കൊണ്ടുവന്ന ഹോട്ട് ക്രാൻബെറി ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ കുക്കീസ്, അവർ കൊണ്ടുവന്ന കുക്കീസൊക്കെ ഞങ്ങൾക്ക് തന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ആ ഒരു അന്തരീക്ഷം എൻജോയ് ചെയ്ത് ഞങ്ങളിങ്ങനെ ആകാശത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് മുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയായിരുന്നു. ബെയ്ലിയും മാർക്കും പറയുന്നുണ്ടായിരുന്നു,
നമ്മൾ കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കണം. അപ്പോൾ എപ്പോൾ അറോറ കാണാൻ പറ്റും, എപ്പോൾ വരും, എങ്ങനെയായിരിക്കും സ്ട്രെങ്ത് ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ കുറച്ച് ക്ഷമയോടുകൂടി ഈ തണുപ്പത്ത് നമ്മൾ കാത്തിരുന്നേ പറ്റൂ എന്നുള്ളതായിരുന്നു അവർ നമുക്ക് തന്നൊരു ഉപദേശം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആപ്സ് ഉണ്ട് നമ്മുടെ അറോറൽ സ്ട്രെങ്ത്, അതായത് സോളാർ ആക്ടിവിറ്റി, സോളാർ വിൻഡിൻ്റെ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ഡെൻസിറ്റി, വെലോസിറ്റി ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ആപ്സ് ഉണ്ട്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇതെല്ലാം കറക്റ്റ് റീഡിങ്സ് കാണിച്ചാലും നമുക്ക് 100% ഇത് നമുക്ക് കണ്ണുകൊണ്ട് വിസിബിൾ ആയിരിക്കുമെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും മുകളിലേക്ക് നോക്കി തന്നെ നിൽക്കുമായിരുന്നു. ഏകദേശം ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആകാശത്തിലൊരു വര പോലെ, ഒരു റെയിൻബോയുടെ പോലെ, ഒരു ബോ പോലെ ഒരു ചെറിയ അറോറൽ ആക്ടിവിറ്റി തെളിഞ്ഞു വന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അത് കണ്ടു. കണ്ണുകൊണ്ട് നമുക്ക് അത്രയും വിസിബിൾ അല്ല, കാരണം അത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറോറൽ ആക്ടിവിറ്റി അല്ലാത്തത് കാരണം അത് വളരെ ലൈറ്റായിരുന്നു. പക്ഷേ ക്യാമറയിൽ അത് കാണാൻ കഴിയുമായിരുന്നു. നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോഴത്തേക്കും നമ്മൾ ഇരുട്ടത്തെ ക്ലൗഡ് കാണുന്ന പോലെ ഒരു ഗ്രേ കളർ പോലെയായിരുന്നു. പക്ഷേ ക്യാമറയിൽ എക്സ്പോഷർ കൂട്ടിയിട്ടിട്ട് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അത് കാണാൻ പറ്റും. അത് നമ്മുടെ കണ്ണിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് അത്രയും ലൈറ്റ് നമ്മുടെ കണ്ണിന് ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ക്യാമറയിൽ അത് തെളിഞ്ഞു കാണുന്നതും നമുക്കത് അത്ര വിസിബിൾ ആവാത്തതും. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായി. കാരണം നമ്മൾ ഇത്രയും കാലം, ഇത്രയും നാൾ, അല്ലെങ്കിൽ ഇത്രയും നേരം കാത്തിരുന്നത്, ഈ തണുപ്പത്ത് കാത്തിരുന്നത് ഈ ഒരു പ്രതിഭാസം കാണാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇത് കണ്ടതും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായി. ഒരു പ്രത്യേക നിമിഷമായിരുന്നു അത്. എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ പടരാൻ തുടങ്ങി. ആകാശം നിറയെ പടർന്ന് നല്ല പച്ച കളറിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന രീതിയിൽ പടർന്ന് ഒരു കർട്ടൻ പോലെ, കാറ്റത്ത് കർട്ടൻ ആടുന്നത് പോലെ ഇങ്ങനെ ആടി ആകാശം നിറഞ്ഞു. ആ ഒരു നിമിഷം എന്നൊക്കെ പറയുന്നത് നമ്മൾ ശരിക്കും അനുഭവിച്ചറിയേണ്ട ഒരു നിമിഷം തന്നെയാണത്. എല്ലാവരും അത്രയധികം സന്തോഷത്തിലായിരുന്നു ആ സമയം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി. പിന്നെ മാർക്കും ബെയ്ലി അവർ നൈറ്റ് ഫോട്ടോഗ്രാഫിയിൽ സ്പെഷ്യലിസ്റ്റാണ്. സോ അവരുടെ എക്വിപ്മെൻറ്റ്സ്, അവർക്ക് കുറച്ച് ക്യാമറയും ബാക്കി കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഞാൻ DSLR എടുത്തില്ലായിരുന്നു, ജസ്റ്റ് ഈ ഒരു ഐഫോൺ ക്യാമറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ മാർക്ക് ആൻഡ് ബെയ്ലി നമ്മുടെ ഫോണിൽ നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റിങ്സും ബാക്കി കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നു. അതുപോലെ തന്നെ അവർ അവരുടെ ക്യാമറയിൽ എടുത്തിട്ട് ഫോട്ടോ നമ്മളുമായിട്ട് ഷെയർ ചെയ്തു. അങ്ങനെ കുറച്ച് ഫോട്ടോസാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു അറോറൽ ആക്ടിവിറ്റി വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം അതിന് തൊട്ട് മുന്നത്തെ ദിവസങ്ങളിൽ പോയ ആൾക്കാർ പറഞ്ഞായിരുന്നു അവർക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റിയില്ല, ക്യാമറ വെച്ച് ഫോട്ടോ എടുത്തപ്പോൾ കിട്ടിയത്. പക്ഷേ നമ്മൾ ചെന്നപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ, ആദ്യം അത്ര എന്താ പറയുക സ്ട്രോങ് ആയിട്ട് കണ്ടില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് ആ ഒരു ഗ്രീൻ കളർ, അതുപോലെ ഗ്രീൻ റെഡ് കളർ നല്ല രീതിയിൽ ആ കർട്ടൻ ആടുന്നത് പോലെ ലൈറ്റ് ആകാശം മൊത്തം പടർന്നാടുന്നത് നമുക്ക് കാണാൻ പറ്റി. ഇനി ഇത് കണ്ടില്ലെങ്കിലും നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ആ ഒരു രാത്രിയിൽ നമുക്ക് കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ നേരത്തെ വെയിൽ വാച്ചിങ്ങിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് 100% അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല. നമുക്ക് അത്യാവശ്യം ചില സമയങ്ങളിൽ നമുക്ക് കാലൊക്കെ നല്ല രീതിയിൽ തണുത്ത്, നമ്മൾ പ്രോപ്പർ ഡ്രസ്സും ബാക്കി കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നിട്ട് പോലും കാലൊക്കെ നല്ല രീതിയിൽ തണുത്ത് ഫ്രീസായി ചില സമയത്ത് അത്യാവശ്യം ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ, ലൈസൻസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാർ റെൻറ്റിനെടുത്ത് വേണമെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകാൻ പറ്റും. പക്ഷേ അത്യാവശ്യം എന്താ പറയുക, സ്നോ ഉള്ള സ്ഥലത്ത് ഡ്രൈവ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ മാത്രമേ അത് ചെയ്യാവൂ. കാരണം പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് റോഡ് മുഴുവൻ സ്ലിപ്പറി ആയിരുന്നു. ഇഷ്ടംപോലെ സ്നോയും ഐസും ബാക്കി കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. സോ റോഡ് നല്ല രീതിയിൽ സ്ലിപ്പറി ആയിരുന്നു. സോ ടയറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സ്നോ ടയർ, അതുപോലെ തന്നെ സ്നോ ചെയിനും ബാക്കി കാര്യങ്ങളും പ്രോപ്പറായിട്ട് ആക്സസറീസ് എല്ലാം ഫിറ്റ് ചെയ്തിട്ട് മാത്രമേ ആ റോഡിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, നല്ല സ്നോ ഉള്ള സ്ഥലങ്ങളിൽ രാത്രി ഡ്രൈവ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രമേ ഇങ്ങനെ സ്വന്തമായിട്ട് കാർ റെൻറ്റിനെടുത്ത് പോകാവൂ. അപ്പോൾ അങ്ങനെ പോകുന്നവർക്ക് വേണ്ടിയിട്ട്, സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് പോകുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ആപ്സ്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ആപ്സ് ഉണ്ട്. ആ ആപ്സ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ആപ്പ് വെച്ചിട്ട് നമുക്ക് അറോറൽ സ്ട്രെങ്ത്തും അത് വെച്ചിട്ട് ഈ സോളാർ വിൻഡിൻ്റെ സ്ട്രെങ്ത്ത്, KP ഇൻഡെക്സ് പോലുള്ള വാല്യൂസ്, അതുപോലെ തന്നെ അതിൻ്റെ ഡെൻസിറ്റി, അതുപോലെ തന്നെ വെലോസിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നേരത്തെ ഫോർകാസ്റ്റ് തരുന്ന ഒരു ആപ്പ് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു നമ്മൾ പോകുന്ന സ്ഥലത്ത് ഉള്ള വെതർ കണ്ടീഷൻസ്, ക്ലൗഡ് കവറേജ്, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ കിട്ടുന്ന ആപ്സിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നോക്കുക.
സാധാരണയായിട്ട് ഭൂമിയുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ അറോറ കാണാൻ ചാൻസുള്ള മാസങ്ങൾ ഒക്ടോബർ മുതൽ മാർച്ച് അവസാനം വരെയാണ്. ഇതിന് ശേഷം പകൽ സമയം കൂടുന്നത് കാരണം നമുക്ക് അറോറ കാണാൻ സാധിക്കില്ല. എന്താണ് അറോറ ബോറിയാലിസ് അല്ലെങ്കിൽ നോർത്തേൺ ലൈറ്റ്സ്? സൂര്യൻ്റെ ഉപരിതലത്തിൽ നടക്കുന്ന കൊറോണൽ മാസ് ഇജക്ഷൻ, സോളാർ ഫ്ലെയർ തുടങ്ങിയ പ്രവർത്തനങ്ങൾ മൂലം ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും അടങ്ങിയ ചാർജ്ഡ് ആയിട്ടുള്ള കണങ്ങൾ ബഹിരാകാശത്തിലേക്ക് പ്രവഹിക്കും. ഇവ ഒരു കൂട്ടമായി വലിയ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ ഇതിനെ സോളാർ വിൻഡ് എന്നറിയപ്പെടും. ഈ സോളാർ വിൻഡിന് ഭൂമിയിലേക്ക് നേരെ പ്രവേശിക്കാൻ സാധിക്കില്ല. അതിന് കാരണം ഭൂമിക്ക് ചുറ്റുമുള്ള ശക്തമായ മാഗ്നറ്റോസ്ഫിയർ ആണ്. പകരം ഭൂമിയുടെ ഈ കാന്തികരേഖകളുടെ സ്വഭാവം മൂലം ഈ ചാർജ്ഡ് ആയിട്ടുള്ള കണങ്ങൾ ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങളിലേക്ക് എത്തുന്നു. ഇതുകൊണ്ടാണ് അറോറ സാധാരണയായി ത്രോംസോ, ഫിൻലൻഡ്, കാനഡ, അലാസ്ക പോലുള്ള ഉയർന്ന അക്ഷാംശ പ്രദേശങ്ങളിൽ കൂടുതലായി ഉണ്ടാകുന്നത്. അപ്പോൾ ധ്രുവപ്രദേശങ്ങളിലേക്ക് എത്തുന്ന ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ അറ്റ്മോസ്ഫിയറിലേക്ക് പ്രവേശിക്കും. അറ്റ്മോസ്ഫിയറിലെ ഏറ്റവും മുകളിലുള്ള തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ മേഖലകളിൽ എത്തുന്ന ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ വായുവിലുള്ള ഓക്സിജൻ ആറ്റങ്ങളും അതുപോലെ നൈട്രജൻ ആറ്റങ്ങളുമൊക്കെയായി കൂട്ടിയിടിക്കും. ഈ ഇടിയുടെ സമയത്ത് ആറ്റങ്ങൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലാവും. അവ പിന്നീട് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് മടങ്ങുമ്പോൾ ഫോട്ടോണുകൾ പുറപ്പെടുവിക്കും. ഫോട്ടോണുകൾ എന്നാൽ ലൈറ്റിൻ്റെ കണങ്ങളാണ്. ഇതാണ് നമ്മൾ ആകാശത്ത് കാണുന്ന അറോറ. സാധാരണ നമ്മൾ അറോറയിൽ കാണുന്ന നിറം പച്ചയാണ്. ഇതിന് കാരണം ഓക്സിജൻ ആറ്റംസിൻ്റെ എക്സൈറ്റേഷനാണ്. പിന്നെ നീല, വയലറ്റ്, പർപ്പിൾ തുടങ്ങിയ നിറങ്ങൾ നൈട്രജൻ ആറ്റംസിൻ്റെ എക്സൈറ്റേഷൻ കാരണമാണ് ഉണ്ടാകാറുള്ളത്. അതിമനോഹരമായ വേറിട്ട കാഴ്ചകളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. മിസ്സാവാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.